അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ ഹക്ക് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും റബ്ബ് തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അൾട്രാ വോയിസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ കുറച്ച് വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. ഈ അടുത്ത് ഒരു മൗലവിയുടെ പ്രസംഗം വീക്ഷിക്കുകയുണ്ടായി. അതുപോലെ ചില ആളുകളൊക്കെ രംഗത്ത് വന്നു തുടങ്ങിയിട്ടുമുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി ഒരു വിശദീകരണം നൽകൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അവിടുത്തെ മഹത്വത്തെ എതിർക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും സമീപനങ്ങളും ഉന്നയിച്ചതിൻ്റെ പേരിൽ മുആവിയ എന്നവരെ കുറിച്ച് ഒരു വിശദീകരണം, ഒരു പഠനം സമൂഹത്തിന് മുന്നിൽ ഈ അടുത്ത് വരികയുണ്ടായി. ആ ഒരു ക്ലിപ്പുകളിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ പറയുന്ന വിഷയങ്ങൾ വെച്ചുകൊണ്ട് അവിടുത്തെ മഹത്വത്തെ വാനോളം പൊക്കിപ്പിടിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇല്ലാത്ത മഹത്വങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും അവരെ ഇന്നേ വരെ ആരും തന്നെ എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന പേരിലുമൊക്കെ ചില പ്രസ്താവനകളുമായിട്ട്, ചില വാദങ്ങളുമായിട്ടാണ് ഒരു മൗലവി ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വരികയുണ്ടായി. പക്ഷെ അദ്ദേഹം പോലും അറിയാത്ത, സമൂഹത്തിന് മുന്നിൽ മനസ്സിലാക്കി കൊടുക്കേണ്ടതായ, ഇത്രയും കാലം ആലിമീങ്ങൾ അല്ലെങ്കിൽ ആത്മീയ പണ്ഡിതരെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗം തന്നെ മൂടി വച്ചിരുന്ന പല വിഷയങ്ങളും സമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരണം നടന്നതുകൊണ്ട് അതിൻ്റെ ഒരു വാസ്തവം സമൂഹത്തിന് മുന്നിൽ അറിയിക്കുക, പറഞ്ഞു കൊടുക്കുക എന്നത് അത് മനസ്സിലാക്കിയ ആളുകളുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കണം. AD 632 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം 2025 വരെയുള്ള ആരും തന്നെ ഈ മുആവിയ എന്നവരെ കുറിച്ച് എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം അതിൽ വല്ലാതെ ആണയിട്ടുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ അത് പച്ചക്കള്ളമാണ്, പച്ചക്കള്ളമാണ് അദ്ദേഹം പറയുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ എതിരെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തില് പള്ളികളിലുമൊക്കെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ മുആവിയ എന്നവര്. അവരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ഒരുപാട് ഹദീസുകൾ തന്നെയുണ്ട്, ഗ്രന്ഥങ്ങളിൽ തന്നെയുണ്ട്. ഈ പറയുന്ന ആ മൗലവി ആ കാക്ക ഈ പറയുന്ന ഹദീസുകളൊന്നും തന്നെ കണ്ടിട്ടില്ല. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? അലി റളിയല്ലാഹു അൻഹുവിനെ മഹബ്ബത്ത് വെക്കുന്ന, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെക്കുന്ന ഒരുത്തനും ഇത് കേട്ടു നിൽക്കാൻ പറ്റൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിരക്കാത്ത, അവിടുത്തെ ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുള്ള അത്രയും ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുള്ള അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം കുറക്കുന്ന ഒരു പ്രവണതയും വന്നിട്ടുള്ള ഒരുത്തനെയും വില വെക്കാൻ പാടില്ല. അത് മഹബ്ബത്തെ ഇഷ്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്താണ്, അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള മഹബ്ബത്താണ്, ഇഷ്കാണ്. അവിടുത്തെ മഹത്വത്തെ കുറച്ച് കാണിക്കുന്ന രീതിയിൽ കുറ്റം പറയാൻ വേണ്ടിയിട്ട്
അത് അങ്ങനത്തെ രീതിയിലുള്ള ആഹ്വാനങ്ങൾ ചെയ്തിരുന്നവരെ മഹാന്മാരാക്കിക്കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വരുമ്പോ ഇതിന്റെ വാസ്തവം അറിയുന്ന ആളുകൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമെന്ന് നിങ്ങളാരും മോഹിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദര സഹോദരിമാരോട് നിഷ്പക്ഷമായി കൊണ്ട് ചിന്തിക്കുന്ന, വിശകലനം ചെയ്യുന്ന, പഠനം നടത്തുന്ന ആളുകളോട് ഇങ്ങനൊരു വിഷയം സമൂഹത്തിന് മുന്നിൽ ചർച്ചയായത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു വിശദീകരണം തരൽ അനിവാര്യമാണ്. ഇദ്ദേഹം പറയുന്ന പോലെ AD 632 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ സ്വഹാബത്തിന് ആ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഹക്കിന്റെ അഹ്ലുകാർ ഒരു ഭാഗത്തുണ്ട്, അതിന്റെ എതിർ വിഭാഗം മറുപക്ഷത്തുമുണ്ട്. പക്ഷേ സമൂഹത്തിന് മുന്നിൽ വലിയ മാന്യന്മാരായിരുന്നു. ഇത് ആ കാലഘട്ടം തൊട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 73 വിഭാഗമാകും. അതിൽ 72 വഴി പിഴച്ചു പോയവരാണ്, നരകത്തിലാണ്. ഒരു വിഭാഗം കുല്ലഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാത്ത വ്യക്തിത്വമാണോ അല്ലെങ്കിൽ മഹാനാണോ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഒരിക്കലുമല്ല. ഇതൊക്കെ ഇങ്ങനെയാണ്. ലാഹിറായിട്ട് ഇങ്ങനെ ഒരു ഫിത്ന ഇവിടെ ഉണ്ടാകും. അതിൽ അകപ്പെട്ടു പോകുന്ന വലിയ ഒരു ബിഗ് കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാകും. അതിൽ നിന്നൊക്കെ ഹക്കിനെ മനസ്സിലാക്കിയിട്ട് വേർതിരിച്ചെടുത്തിട്ട് കടഞ്ഞെടുത്തിട്ട് ഹക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ പ്രിയപ്പെട്ടവരെ ഇഷ്ടം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ഒരു പക്ഷത്തുമുണ്ടാകും. ആ വിഭാഗമാണ് ഇല്ലാ വാഹിദ. അവരാണ് യഥാർത്ഥ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കുന്നവർ. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട്, സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ AD 632 തൊട്ട് 2025 വരെയുള്ള ആരും തന്നെ ഇതിന് എതിരഭിപ്രായം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അലി റളിയല്ലാഹു അൻഹുവിനെ എതിരെ നടത്തിയിട്ടുള്ള അധിക്ഷേപങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ നിരവധി കിതാബുകളില്, ചരിത്ര ഗ്രന്ഥങ്ങളില് കാണാൻ സാധിക്കുന്നതാണ്. ആധികാരികമായി കൊണ്ട് തന്നെ ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ആ വിഷയങ്ങളെ സമർപ്പിക്കുവാനും തയ്യാറാവുകയാണ്. ഈ പറയുന്ന നമ്മുടെ സമൂഹത്തില് മുൻപന്തിയിൽ നിൽക്കുന്ന, എല്ലാവരും ഉദ്ധരിക്കുന്ന അല്ലെങ്കിൽ തെളിവിന് വേണ്ടിയിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇമാം മുസ്ലിം തങ്ങളുടെ സഹീഹ് മുസ്ലിം എന്ന ഗ്രന്ഥത്തില് ഇമാം മുസ്ലിം ഇബ്നു ഹജ്ജാജ് എന്നിവര് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കുന്ന ഒരു വിഷയമുണ്ട്. കൃത്യമായിട്ട് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താണത്? അമറ മുആവിയത്ത് ബിൻ അബൂ സുഫിയാൻ സഅദൻ ഫഖാല മാ മനഅക അൻ തസുബ്ബ അബാ തുറാബ് ഫഖാല അമ്മാ മാ ദക്കർതു സലാസൻ ലഹു ഖാല ഹുന്ന ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലൻ അസുബ്ബഹു. എന്താണ് ആ ഹദീസിലൂടെ വിശദീകരിക്കുന്നത്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി സഹീഹ് മുസ്ലിമിൽ റിവായത്ത് ചെയ്ത ഹദീസാണ്. ഹദീസ് നമ്പർ 2404 എടുത്ത് പരിശോധിക്കാവുന്നതാണ്. എന്താണ് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്? അവിടുന്ന് റിവായത്ത് ചെയ്ത ഹദീസ് എന്താണ്? മുആവിയ എന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു. എന്താണ് ചോദിക്കുന്നത്? മുആവിയ എന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നീ അബൂ തുറാബ് എന്ന് പറയുന്നത് ആരാണ്? ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ആണ്. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ അധിക്ഷേപിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
ആരാ ചോദിക്കുന്നത്? മുആവിയ ചോദിക്കുന്നുണ്ട്. ആരോടാ ചോദിക്കുന്നത്? സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിനോട്. എന്താ ചോദിക്കുന്നത്? നീ അബൂ തുറാബിനെ, അലി റളിയല്ലാഹു അൻഹുവിനെ അധിക്ഷേപിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോ അവിടെ നിന്ന് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നൊരു മറുപടികളുണ്ട്. അത് വിശദീകരിക്കാൻ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? നീ അബൂ തുറാബിനെ, അലി റളിയല്ലാഹു അൻഹുവിനെ അധിക്ഷേപിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കൽപ്പന നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ അധിക്ഷേപിക്കാത്തതിന്റെ പേരിൽ അവിടെ ചോദ്യം ചെയ്യുന്നതാണ് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിനോട്. അവിടെ നിന്ന് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നതുണ്ട്. 3 കാര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞതായ 3 കാര്യങ്ങളാണ് എന്നെ അതിൽ നിന്നും തടഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു മുആവിയയോട് അവിടെ നിന്ന് മറുപടി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഒന്ന്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് എങ്ങനെയാണോ ഹാറൂൻ നബി അങ്ങനെയാണ് അങ്ങനെ നീയാവാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് ശേഷം, എന്നിട്ട് പറയുന്നുണ്ട് അവിടെ എനിക്ക് ശേഷം നുബുവത്തില്ല എന്നുകൂടി. ഇവിടെ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ ഖലീഫയായിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അലി റളിയല്ലാഹു അൻഹു പല യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ പിൻഗാമിയായിക്കൊണ്ട് ഖലീഫയായിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതിനൊക്കെ ഒരുപാട് ഹദീസുകളുണ്ട്, ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയ വിഷയം കൂടിയാണ്. ആരാണ് ഇവിടെ രണ്ടാമതായിട്ട് പറയുന്നുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണോ എനിക്ക് അവിടെ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ശബ്ദിക്കാൻ ഞാൻ തയ്യാറാവാത്തതെന്ന് പറഞ്ഞ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന 3 കാര്യങ്ങളിൽ രണ്ടാമത്തത് എന്താണ്? ഖൈബർ യുദ്ധവേളയിൽ ഖൈബർ യുദ്ധങ്ങളെക്കുറിച്ച്, ഖൈബർ യുദ്ധ ചരിത്രങ്ങളെക്കുറിച്ച് എത്രയോ വാത്തോരാതെ പറഞ്ഞ ഒരു മൗലവിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനെ എതിരെ സംസാരിച്ചവരെ വലിയ വാനോളം പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. ഖൈബർ യുദ്ധവേളയിൽ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിനെയും റസൂലിനെയും തിരിച്ചും ഇഷ്ടപ്പെട്ട ഒരാളുടെ കയ്യിൽ ഖൈബറിന്റെ കൊടി ഞാൻ നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഖൈബർ യുദ്ധവേളയിൽ ഖൈബർ യുദ്ധ ചരിത്രം ഒന്ന് ആ മൗലവി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ പഠിക്കേണ്ടതുപോലെ നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ ഒരു വലിയ മുർശിദിൽ നിന്ന് കൃത്യമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട റിസാലത്തിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നതിന്റെ ഉത്തമ തെളിവാണ് നിങ്ങളുടെ ഈ വാക്കുകളിലൂടെ ജനങ്ങളുടെ മുന്നിൽ സമൂഹത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മൗലവി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഖൈബർ യുദ്ധവേളയിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ണ് സുക്കടായിട്ട് ഒരു കണ്ണിനെ അസുഖം ബാധിച്ചുകൊണ്ട് ഖൈബർ യുദ്ധ സാഹചര്യത്തിൽ അല്ലെങ്കിൽ സന്ദർഭത്തിലേക്ക് ആ വേളയിലേക്ക് വരാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ യുദ്ധം നടക്കുന്ന അന്ന് ദിവസത്തില് വന്നുകൊണ്ട് ആദ്യം ചോദിക്കുന്നത് അലി റളിയല്ലാഹു അൻഹു എവിടെയാണെന്ന്. അലി എവിടെയെന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹുവിന് കണ്ണിന് സോക്കടായത് കൊണ്ട് അസുഖം ബാധിച്ചുകൊണ്ട് വീട്ടിലാണെന്ന് പറഞ്ഞപ്പോ വിളിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് അലി റളിയല്ലാഹു അൻഹു വിളിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ കണ്ണിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തിന്റെ ഉമിനീര് കൊണ്ട് അവിടെ പുരട്ടിയിട്ട് അസുഖം മാറിയിട്ട് ആ ഖൈബറിന്റെ പതാക, ആ ഖൈബർ യുദ്ധത്തിലെ ആ ഖൈബറിന്റെ പതാക ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലായിരുന്നു. ഇത് നിങ്ങൾ മറന്നുപോയിട്ടുണ്ട്, ഇത് നിങ്ങൾ പഠിക്കാതെ പോയിട്ടുണ്ട്. ഒരു തലയെക്കെട്ടോ കോട്ടോ കമീസോ ഇട്ടിട്ട് വലിയൊരു പണ്ഡിത വേഷധാരിയായതിന്റെ പേരിൽ നിങ്ങളെ ജനങ്ങൾ മുഴുവനും അംഗീകരിക്കണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയുന്നത് മുഴുവനും ഹക്കാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അത് ഒരിക്കലും ഹക്കല്ല എന്നുള്ളതിന്റെ വാസ്തവമാണ് നിങ്ങൾ പറയുന്ന വാക്കുകളിൽ മുഴുവനും.
പ്രിയപ്പെട്ട മൗലവിയോട് ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഖൈബർ യുദ്ധത്തില് വൻ വിജയം നേടിക്കൊണ്ട് അലി റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ആ ഖൈബർ യുദ്ധത്തിന് വിജയം കൈവരിച്ചുകൊണ്ട് വരുന്ന ഒരു ചരിത്രം കൂടി ഖൈബർ യുദ്ധ ചരിത്രത്തിൽ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹുവിനെയും ഫാത്തിമ ബീവിയെയും ഹസൻ ഹുസൈൻ റഹിമഹുല്ലാ അവരെയും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാ ഉലാഇ അഹ്ലി, ഈ പറയുന്ന ഇവരാണ് എൻ്റെ അഹ്ല് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തത് കൊണ്ടാണ് ആരാ പറയുന്നത്? സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്ത്? ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തതിന്റെ പേരിൽ എനിക്ക് അലി റളിയല്ലാഹു അൻഹുവിനെ എതിരെ ശബ്ദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ശബ്ദിക്കുകയില്ല, അവിടെ അധിക്ഷേപത്തിന് ഞാൻ മുതിരുകയില്ല എന്ന് മുആവിയയുടെ മുന്നിൽ നേർക്കുനേർ നിന്നുകൊണ്ട് പറഞ്ഞ മഹാനവറുകളാണോ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. ഈ ചരിത്രം നിങ്ങൾ കാണാതെ പോയി. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സഹീഹ് മുസ്ലിമാണ്. എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ AD 632 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഈ 2025 വരെയുള്ള ആരും തന്നെ ഒരു എതിരഭിപ്രായം വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് കള്ളമല്ലേ മൗലവി? നിങ്ങൾ പറഞ്ഞത് കള്ളമല്ലേ? സഹീഹ് മുസ്ലിമിലെ ഇങ്ങനെ ഒരു റിപ്പോർട്ടുള്ളത്, സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു റിവായത്ത് റിപ്പോർട്ടുള്ളത് നിങ്ങൾ കാണാതെ പോയതാണോ? അതോ നിങ്ങൾ കട്ടതാണോ? അല്ലെങ്കിൽ നിങ്ങൾ വിട്ടതാണോ? മനഃപൂർവ്വം വിട്ടതാണോ? എങ്കിൽ നിങ്ങൾ ആഷിഖ് റസൂൽ എന്ന് പറയുന്നതിൽ ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ്, ഞാൻ സമർത്ഥിക്കുന്നു. രണ്ടാമത്തത്, ഒരുപാട് വിഷയങ്ങളുണ്ട് ഇനിയും പറയാനുണ്ട്. ഇനി നിങ്ങൾ പറയേണ്ട ഒരു സഹീഹ് മുസ്ലിമിന് ഒരു ഹദീസ് കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ സമർത്ഥിക്കാൻ നിൽക്കേണ്ടതില്ല എന്ന് നിങ്ങൾ പറയേണ്ടതില്ല. വരാം, അടുത്തത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. മുസ്നദിലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദ് എന്ന ഗ്രന്ഥത്തിലെ കിതാബില് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹദീസ് നമ്പർ 17952. നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കുക. മൗലവി കോട്ടിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു ബിരുദധാരിയായതിന്റെ പേരിലോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ നിങ്ങൾ കൂടെയുണ്ട് എന്നതിന്റെ പേരിലോ മഹാന്മാരെ അല്ലാത്തവരെ മഹാന്മാരാക്കിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനെ, അവിടുത്തെ അഹ്ലിനെ ഹാഉലായി അഹ്ലി എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിപ്പിടിച്ചവരെ മോശമാക്കിയവരെ മഹാന്മാരാക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ വിട്ടുകളയൂല, നിങ്ങളെ വിട്ടുതരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എന്താണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിൽ പറയുന്നുണ്ട്? എന്താണ് മൗലവി? നിങ്ങളൊന്ന് പഠിക്കുക. നിങ്ങൾ ഈ അടുത്ത് കുറച്ച് മുൻകഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പറയുണ്ടായി, എത്രയോ ഗ്രന്ഥങ്ങൾ നിങ്ങൾ വിശകലനം ചെയ്തു. അങ്ങനെ വിശകലനം ചെയ്ത് ക്രോഡീകരിച്ചൊരു കിതാബുണ്ട് നിങ്ങളുടെ കയ്യിൽ, ഒരു പുസ്തകമുണ്ട്. ഇങ്ങനത്തെ ഒരു പുസ്തകം ഇന്നേ വരെ ആരും രചിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ വിളമ്പിയത് കൊണ്ട് നിങ്ങൾ അത്യുന്നതനാകുന്നില്ല. ഇതുപോലെയുള്ള ഹദീസുകൾ വിശകലനം ചെയ്യുക, സമൂഹത്തോട് ഇത് വിശദീകരിച്ചു കൊടുക്കുക. ഹസ്രത്ത് അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹസ്രത്ത് അലിയെ തെറി വിളിക്കാൻ മുആവിയ ജനങ്ങളോട് നിർദ്ദേശിക്കുമായിരുന്നു. ആരെക്കുറിച്ചാണ്? അഹ്ലി എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിപ്പിടിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്തിപ്പിടിച്ച അലി റളിയല്ലാഹു അൻഹുവിനെ എതിരെ ശബ്ദിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ഈ പറയുന്ന ഫിത്ന. അന്ന് തുടങ്ങിയിട്ട് സമൂഹത്തെ വഴികേടിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തേ ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ മാത്രമാണ് ഈ 72 വിഭാഗത്തിൽ പെടുള്ളൂ? 73 72 വിഭാഗം ഈ കാലഘട്ടത്തിലുള്ളവരാണെന്ന് പറയുമ്പോൾ റസൂൽ എന്തുകൊണ്ട് അന്ന് പറഞ്ഞു? ആ കാലഘട്ടത്തിലുള്ള ആളുകൾ എന്താ ഈ 72 വിഭാഗത്തിൽ പെടൂലേ? അപ്പൊ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെയും
അവിടുത്തെ റിവായത്തുകളെയൊക്കെ കളവാക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എങ്ങനെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ പിൻഗാമികളെയും നിങ്ങൾ അംഗീകരിക്കുന്നത്, നിങ്ങൾ രേഖപ്പെടുത്തുന്നത്? ഇതൊരു വെല്ലുവിളിയാണ്. ഇവിടെ മുസ്നദ് റിവായത്ത് ചെയ്തതല്ലേ, ഹസ്രത്ത് അലിയെ തെറി വിളിക്കാൻ മുആവിയ ജനങ്ങളോട് നിർദ്ദേശിക്കുമായിരുന്നു. ഹദീസ് നമ്പർ 17952. നിങ്ങൾ ചെക്ക് ചെയ്തോളി, നിങ്ങൾ പരിശോധിച്ചോളൂ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നിസാരനാണോ? ഇനി പോരാ, അടുത്തത് വരുന്നു. താരിഖ് തബരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗ്രന്ഥകർത്താവ് ആരാണ്? താരിഖ് തബരി എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ഇമാം മുഹമ്മദ് ബിൻ ജരീർ തബരി. ഹിജ്റ 310 അവർ മരണപ്പെടുന്നത്, വഫാത്താകുന്നത്. വാള്യം 4 പേജ് 188 നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം. താരിഖ് തബരി പ്രസ്താവിക്കുന്നു, അമീർ മുആവിയയുടെ ആജ്ഞപ്രകാരം വിവിധ പ്രദേശങ്ങളിൽ ഹസ്രത്ത് അലിയെ അപമാനിക്കുന്ന പ്രവർത്തികൾ തുടർന്നുകൊണ്ടിരുന്നു. എങ്ങനെയാണ് ഈ പറയുന്ന ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകള്, ഈ ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് കാണാതെ പോയി? ഇതുപോലെയുള്ള റിവായത്തുകള് മുആവിയ എന്നവര് മഹാനാണെന്നാണോ തെളിയിക്കുന്നത്? ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ വിമർശിച്ചുകൊണ്ട്, കുറ്റം പറഞ്ഞുകൊണ്ട് സമൂഹത്തില് നടന്നിരുന്ന ഒരു വ്യക്തിത്വം എങ്ങനെയാണ് അള്ളാഹുവിന്റെ അടുക്കല് പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ എങ്ങനെയാണ് ഉന്നതനാകുന്നത്, മഹത്വം കൽപ്പിക്കുന്നത്? ഇനി അടുത്തത് അൽ ബിദായ വന്നിഹായ. ഗ്രന്ഥകർത്താവ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഹിജ്റ 774 വഫാത്താകുന്നത്. വാള്യം 8 വാള്യത്തില് 259 പേജില് കാണാൻ സാധിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്താണ്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഹസ്രത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് ഈ ബിദ്അത്ത്, എന്താണ് ബിദ്അത്ത്? ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത അവസാനിപ്പിച്ചു. അത് മുആവിയ തുടങ്ങി വെച്ചതായിരുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന ആളുകളൊന്നും AD 632 2025 ഇടയിൽ വന്ന ആളുകളൊന്നും അല്ലേ? അതോ അതിന്റെ മുമ്പുള്ളവരാണോ? അതോ 2025 ശേഷം വരാനുള്ളവരാണോ? നിങ്ങൾ ഇത്രയും വലിയ പഠനം നടത്തിയവരാണ് എങ്കിൽ എന്തുകൊണ്ട് ഈ വിമർശനങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ഒരു പൈശാചിക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹക്കിന്റെ അഹ്ലുകാരെ വിമർശിച്ചുകൊണ്ട് തള്ളുന്നത്? ആരാണ് യഥാർത്ഥ പൈശാചിക പ്രവർത്തനം നടത്തുന്നതെന്ന് സമൂഹം തിരിച്ചറിയുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്താൻ ആഗ്രഹിക്കണം. ഇനി പുറമെ അടുത്തത് ഇൻഷാ അല്ലാഹ് പറയാ, അൽ ഇസ്തിയാബ് ഫി മആരിഫത്തുൽ അസ്ഹാബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. ആരാണ് ആ കിതാബിന്റെ മുസന്നിഫ്? ആരാണ്? ഇബ്നു അബ്ദുൽ ബർ എന്നവര്. ഹിജ്റ 463 അവരുടെ വഫാത്താവുന്നത്. 3-ാമത്തെ വാള്യത്തിലെ 1129 പേജിൽ കാണാൻ സാധിക്കും. ഇബ്നു അബ്ദുൽ ബർ രേഖപ്പെടുത്തി, എന്താണ്? ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ അധിക്ഷേപിക്കാൻ അമീർ മുആവിയ ജനങ്ങളോട് ഉത്തരവിട്ടു. അത് ഔദ്യോഗികമായിട്ട് തുടരുകയും ചെയ്തു. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തത് ആരാണ്? ഈ മഹത്തുക്കളൊക്കെ നിസാരവൽക്കരിക്കപ്പെട്ടവരാണോ? നിസാരന്മാരാണോ? നിങ്ങൾ ഉദ്ധരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ കിതാബുകളിൽ തന്നെ ഈ പറയപ്പെടുന്ന വിഷയങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഷറഹു നഹ്ജുൽ ബലാ എന്ന കിതാബിലെ ഗ്രന്ഥകർത്താവാണ് ഇബ്നു അബി അൽ ഹദീദ് അൽ മുത്തസിലി എന്നവര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4-ാമത്തെ വാള്യം 56-ാമത്തെ പേജിൽ കാണാൻ പറ്റും. ഇബ്നു അബി അൽ ഹദീദ് വിശദീകരിക്കുന്നുണ്ട്, ഹസ്രത്ത് അലിയെ അധിക്ഷേപിക്കുന്ന പ്രവൃത്തി തുടങ്ങിയത് അമീർ മുആവിയയുടെ കാലഘട്ടത്തിലാണ്. അത് വർഷങ്ങളോളം തുടർന്നിട്ടുണ്ട്. അവസാനം ഹസ്രത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവരെ അത് അവസാനിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തുന്ന ഒരു പ്രസ്താവന
ഏത് ഷറഹ് നഹ്ജുൽ ബലാഗ എന്ന ഗ്രന്ഥത്തില് ആരാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇബ്നു അബി അൽ ഹദീർ എന്നിവർ വിശദീകരിക്കുന്ന ആ വിശദീകരണം നിങ്ങളൊന്ന് പരിശോധിക്കണം. നിങ്ങൾ കൃത്യമായിട്ടൊരു പഠനം നടത്തണം. ഇനി കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര്, ഈ ഹദീസുകള് ഇതിന് കൃത്യമായിട്ടൊരു വിശകലനം, ഒരു കൃത്യമായിട്ട് ഒരു നിഷ്പക്ഷമായിട്ടൊരു പഠനം നടത്തണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മുആവിയയും അലി റളിയല്ലാഹു അൻഹുവും പൊളിറ്റിക്കലായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പ്രസ്താവന കൂടി പറയപ്പെടുന്ന ആ വീഡിയോയിൽ പറയുന്ന ആരാണ്? ഒരു മൗലവി പറയുന്നുണ്ട്. എങ്ങനെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിക് ഭരണം നടക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പിൻഗാമിയായിട്ട് ഹൗലായി അഹ്ലി എന്ന് പറയുന്ന എന്റെ അഹ്ലാണെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയ പല യുദ്ധങ്ങൾക്കും ഖൈബർ യുദ്ധങ്ങളെ പോലെയുള്ള പല യുദ്ധങ്ങളിലും അമീറാക്കിക്കൊണ്ട് അവിടുത്തെ പ്രതിനിധിയാക്കിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രംഗത്ത് കൊണ്ടുവന്ന അലി റളിയല്ലാഹു അൻഹു പോലെയുള്ള അവിടുത്തെ ആ അഹ്ലിനെ എതിരായിക്കൊണ്ട് എങ്ങനെയാണ് ഒരു ഇസ്ലാമിക് ഭരണം നടക്കുന്നിടത്ത് അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത്? ഇത് കേൾക്കുന്ന ആളുകൾ എന്താ പൊട്ടന്മാരാണെന്നോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? എല്ലാ സമൂഹത്തിലെ എല്ലാവരെയും പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള സംസാരമല്ലേ നിങ്ങൾ ഉന്നയിക്കുന്നത്, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? അമീർ മുആവിയ ചെയ്തിട്ടുള്ള ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് സമൂഹം തിരിച്ചറിയുന്ന കാലമല്ലേ ഇത്? ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയുന്ന പൊളിറ്റിക്കലായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് ഇസ്ലാമിക് ഭരണം നടക്കുന്നിടത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ഞാൻ ആർക്കാണ് മൗല, അവർക്ക് അലിയും മൗല. ഇതുപോലൊരു സ്വരച്ചേർച്ച വന്നപ്പോഴല്ലേ, അലി റളിയല്ലാഹു അൻഹുവിനെതിരെ കുതിര കയറിയപ്പോഴല്ലേ, വിമർശനങ്ങൾ വന്നപ്പോഴല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഞാൻ ആർക്കാണ് മൗല, അവർക്ക് അലിയും മൗല എന്ന് പഠിപ്പിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. അങ്ങനത്തെ അലി റളിയല്ലാഹു അൻഹു വിമർശിക്കുന്നവര് എങ്ങനെയാണ് മൗലവി ഈ പ്രിയം നിറഞ്ഞ മഹാനാകുന്നത്? അവരെങ്ങനെയാണ് അത്രയും പ്രധാനം നിറഞ്ഞവരാകുന്നത്? അങ്ങനത്തെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ടവരെ മദ്ഹ് പറയുന്ന അവരെ കൂടെ നിൽക്കലാണ് ഈമാൻ എന്നെങ്കിലും കേവലം മൗലവി നിങ്ങൾ അവരെ കേൾക്കുന്ന സമൂഹവും തിരിച്ചറിയണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്താണ്. ഇനി മറ്റൊരു ഹദീസിലുണ്ട്, വൈഹ അമ്മാർ തഖ്തുലുഹുൽ ഫിഅത്തുൽ ബാഗിയ യദ്ഉഹും ഇലൽ ജന്നതി വയദ്ഉനഹു ഇലൻ നാർ ഫഖാല യഖൂലു അമ്മാർ അഊദു ബില്ലാഹി മിനൽ ഫിതൻ. ഈ പറയുന്ന ഹദീസ് എന്തുകൊണ്ട് പറയപ്പെട്ട മൗലവി കണ്ടില്ല? ഇക്രിമ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമായിട്ട് വന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയ വ്യക്തിയായിരുന്നു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടില്ല? സമൂഹം ഈ ചരിത്രം നിങ്ങൾ പഠിക്കണം. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരായിരുന്നു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. ആദ്യം 2 ഹിജ്റ പോയിട്ടുണ്ട്. ഒന്ന് ഹബിഷയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. അത്രയും പ്രയാസങ്ങൾ നിറഞ്ഞപ്പോ നേരിടേണ്ടി വന്നപ്പോ ഹബിഷയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. ആര്? അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. പിന്നീട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മദീനയിലേക്കും ഹിജ്റ പുറപ്പെട്ടിട്ടുണ്ട്. മുഹാജിറുകൾപ്പെട്ടവരാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. സിഫീൻ എന്ന് പറയുന്ന യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. ഈ പറയുന്ന അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. കേവലം നിങ്ങൾ ഈ ഹദീസിനെ കൃത്യമായിട്ടൊരു വിശകലനം നടത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാർ ഇബ്നു യാസിർ എന്നിവരെ പള്ളി ഉണ്ടാക്കുന്നതിന്റെ വേളയിൽ ഇഷ്ടികകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഇത് കണ്ടുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ സമയത്ത്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു വിഷയമുണ്ട്. അമ്മാർ, എന്താണ്? അമ്മാറിന്റെ കാര്യം കഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തത് ഹബീബായ തങ്ങൾ പറയുന്നു, തഖ്തുലുൽ ഫിഅത്തുൽ ബാഗിയ, ഒരു തെമ്മാടിക്കൂട്ടം അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്ന് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ടോ അവരെ എന്താണ്? ഇലൽ ജന്നത്തി, സ്വർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കും. അമ്മാർ ബിൻ യാസിർ എന്നവരെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അമ്മാർ ബിൻ യാസിർ എന്നവരെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കുന്നവരായിരിക്കും. പിന്നെയോ വയദഊനഹു ഇലന്നാരി, ആ കൊല ചെയ്യുന്നവർ ക്ഷണിക്കുന്നത് എങ്ങോട്ടായിരിക്കും? ഇലന്നാരി, നരകത്തിലേക്കുമായിരിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖാല യഖൂലു അമ്മാർ അഊദു ബില്ലാഹി മിനൽ ഫിത്ന, ആ ഫിത്നയെ തൊട്ട് അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സമൂഹമേ, സഹോദര സഹോദരിമാരെ, ഇവിടെ സംഭവിക്കുന്നത് ഏതാണ്? സിഫീൻ യുദ്ധത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അലി റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് ആര്? അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കൊല നടക്കുന്നത്, അവിടുത്തെ വഫാത്ത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ആരുടെ കരങ്ങളോടെയാണ്? സിഫീൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ എതിർ വിഭാഗത്തിൽ ഉണ്ടാകുന്നത് ആരാണ്? മുആവിയയും സംഘവുമാണ്. ആ മുആവിയയും അവിടുത്തെ സംഘത്തിന്റെയും കരങ്ങളാലാണ് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് സംഭവിക്കുന്നത്. അവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? അമ്മാർ ബിൻ യാസിർ എന്നവരുടെ കൊല നടക്കും. എങ്ങനെ? ഒരു തെമ്മാടിക്കൂട്ടം. ഇത് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ. ഈ ഹദീസ് നിങ്ങൾക്ക് സഹീഹിൽ മുസ്ലിമിന്റെ റിവായത്ത്, ബുഖാരിയുടെ ഹദീസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബുഖാരിയുടെ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന ഹദീസുകൾ കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താണ് അതിൽ പറയുന്നത്? അമ്മാർ ബിൻ യാസിർ എന്നവരെ കണ്ടുകൊണ്ടുവരുന്ന ആ ഇഷ്ടികളെ എടുത്തുകൊണ്ടുവെക്കുന്ന സന്ദർഭത്തിൽ പള്ളിപ്പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഷ്ടികൾ എടുത്തുകൊണ്ടുവെക്കുന്നതിനിടക്ക് അത് കണ്ടുകൊണ്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കണ്ടുകൊണ്ട് വന്നപ്പോ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് പറയാണ്, അവരുടെ കാര്യമില്ലാത്ത കഷ്ടമാണ്. എന്നിട്ടോ തഖ്തുലുൽ ഫിഅത്തുൽ ബാഗിയ, ഒരു തമ്മാടിക്കൂട്ടം. ഇത് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ. നിങ്ങൾ പൊക്കിപ്പിടിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തമ്മാടിക്കൂട്ടം എന്ന് പരിചയപ്പെടുത്തിയവരെ പറ്റിയിട്ടാണോ നിങ്ങൾ മഹാന്മാരാക്കി വെക്കുന്നത്? വലിയ ദറജ കൊടുത്തുകൊണ്ട് മഹത്വം ഉന്നയിക്കുന്നത് ആ ഒരു തമ്മാടിക്കൂട്ടം അദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടാണ് അമ്മാർ ബിൻ യാസിർ എന്നവരെ പറ്റിയിട്ട് എന്നവരോട് അവർ ക്ഷണിക്കുന്നത് ആര്? അമ്മാർ ബിൻ യാസിർ എന്നവർ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. വയദഊനഹു, മറുവിഭാഗം ആ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യുന്ന തമ്മാടിക്കൂട്ടം നയിക്കുന്നത് നരകത്തിലേക്കുമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആരക്കരങ്ങളാലാണോ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന മുആവിയയുടെയും അവിടുത്തെ അനുയായികളുടെയും കരങ്ങൾ കൊണ്ടാണ് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കൊല നടക്കുന്നതെന്ന് സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതൊക്കെ ഇത്രയും കാലം മൂടി വെച്ചിരിക്കുന്നു. ഇത് അവസരം കിട്ടിയപ്പോ നിങ്ങളോട് പറയൽ അനിവാര്യമായത് കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇൻഷാ അല്ലാഹ് സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹദീസ് നമ്പറും അതുപോലെ തന്നെ ഈ ഹദീസുകളും ഒക്കെയും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും, ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോ സമൂഹം മനസ്സിലാക്കേണ്ടത് ഇത്രയും മോശമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് ഒരു തമ്മാടിക്കൂട്ടം അമ്മാർ ബിൻ യാസിർ എന്നവരെ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തമ്മാടിക്കൂട്ടത്തിന്റെ അമീറാണ് അമീർ മുആവിയ. അങ്ങനത്തെ ആളുകളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോ എന്താണ് പ്രിയപ്പെട്ട സമൂഹമേ തിരിച്ചറിയേണ്ടത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹൗലാഇ അഹ്ലി എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്തിപ്പിടിച്ച
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രതിനിധീകരിച്ചിട്ടുള്ള അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തെ, അവിടുത്തെ മഹബത്തിനെ കുറച്ചു വെക്കലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ പോലും അറിയാതെ സംഭവിക്കുന്നത് അതാണ് എന്ന് സാന്ദർഭികമായിട്ട് നിങ്ങളെ ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാത്തവരാണ് റസൂലുള്ളാഹി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഹദീസിൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസിൽ ഇക്രിമ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞത് ഒരു തമ്മാടിക്കൂട്ടം അദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്ന് എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്? ഇത് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. ഇത് അറിയാത്തവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇത് കൃത്യമായിട്ട് പഠിക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയും ആ ഉലായി അഹ്ലി എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്തി പിടിച്ച അവിടുത്തെ അഹ്ലിനെയും പ്രിയം വെക്കാത്ത കപട വിശ്വാസിയാണോ ഈ പറയുന്ന രംഗത്ത് വന്നിട്ടുള്ള പണ്ഡിത വേഷധാരികളെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും മുസ്നദിലും ഒക്കെ ഇതുപോലെയുള്ള ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ തെളിയിക്കണം. അള്ളാഹുവിന് തെറ്റുപറ്റിയില്ലേ? മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ലേ എന്ന ചോദ്യമാണ്, വാദമാണ് ഇനി നമ്മൾ അടുത്തത് ഉന്നയിക്കുന്നതെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തെ വളച്ചൊടിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലാക്കിയത് തന്നെയാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ചത് തന്നെയാണ്. ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ, മനസ്സിലാകണമെങ്കിൽ വലാ തുതിമൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ എന്ന ഖുർആനിന്റെ ആ നിബന്ധന നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടായിരുന്നു. അതില്ലാത്തതിന്റെ കുറവാണോ നിങ്ങളിൽ കാണുന്നതെന്ന് സമൂഹം തിരിച്ചറിയും. ഇൻഷാ അല്ലാഹ് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു വലിയ മുർശിദിനെ കണ്ടെത്തിയിട്ട് ഖൽബിൽ അല്ലാഹുവിന്റെ സിക്റുള്ള ഒരാളെ പിൻപറ്റിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് സഞ്ചരിക്കണമെന്ന്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിൽ സഞ്ചരിക്കണമെന്ന് സമൂഹത്തോട് ഉണർത്തുകയാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തുക. ഇതിനെ ഒരു ബാഹ്യമായിട്ടൊരു ഒരു ഉന്തല് അങ്ങനെ ഉന്തിങ്ങാണ്ട് വരാന്ന് കരുതണ്ട. ഇവിടെ ശക്തമായിട്ട് ആ തള്ളലിനെ തിരിച്ചു തള്ളാൻ, ആ ഉന്തലിനെ തിരിച്ചുന്താൻ, തള്ളി മറിച്ചിടാൻ പറ്റുന്ന ശക്തിയുള്ള ചുണക്കുട്ടികള് ഇവിടെയും ഉണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ ബോധ്യപ്പെട്ട, മനസ്സിലാക്കിയിട്ടുള്ള, കൃത്യമായിട്ട് പഠിപ്പിച്ചത് നിർത്തിയിട്ടുള്ള, തയ്യാറാക്കിയിട്ടുള്ള ചുണക്കുട്ടികള് ഇവിടെയുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള കൃത്യമായിട്ട് ഇൽമുകൾ പഠിക്കുക. ഖുർആനിന്റെ നിബന്ധനകളോട് കൂടിയിട്ടുള്ള ആളുകളെ പിൻപറ്റിക്കൊണ്ട് അവരിൽ നിന്ന് ഇൽമുകൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോ അവിടെ തെറ്റുകൾ പറ്റൂല. അതിനു വേണ്ടിയിട്ട് കൃത്യമായുള്ള ഇൽമുകൾ, അതിലേക്ക് മാധ്യമമായിട്ടുള്ള ഖൽബിന്റെ ദിക്റിനെ തൊട്ട് ആരെ പിൻപറ്റണം, എങ്ങനെ പിൻപറ്റണം, എങ്ങനെയാണ് ഖുർആനെ മനസ്സിലാക്കേണ്ടത്, എന്താണ് ആത്മീയത, ഇതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠനം നടത്തുന്ന അൾട്രാ TV യൂട്യൂബ് ചാനലുണ്ട്. സയ്യിദ് യൂനുസ് അൽ ഗോഹർ എന്നവര് കൃത്യമായിട്ട് അതിന് 23 വർഷങ്ങളായിട്ട് അതിന് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ അടുത്ത കാലത്തൊന്നല്ല. അങ്ങനെ ഈ അടുത്ത കാലത്ത് നിറങ്ങാണ്ട് ഒരു പൈശാചിക മനോഭാവത്തിൽ, ചിന്താഗതിയിൽ നിറങ്ങാണ്ട് ഒരു ഉത്തരേന്ത്യൻ പൈശാചിക ചിന്താഗതി കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഇറങ്ങാണ്ട് ഇവിടെ വരണ്ട. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് മക്കയിലും മദീനയിലുമായിരുന്നു. അവിടെ നിന്നല്ലേ ഈ ഇസ്ലാമിന്റെ ഉത്ഭവം വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഉതിർന്നു വന്ന എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു രീതിയിൽ ഇതിനെ വളച്ചൊടിച്ചുകൂടെ? പക്ഷേ ഇത് ഹക്കറിയുന്ന ആളുകള്, ഹക്കിന്റെ അഹ്ലുകാര്, അതിന്റെ നേതൃത്വം, അത് എവിടെയാണെങ്കിലും അവിടെ പോയിട്ട് അതിനെ പിൻപറ്റണം, മുറുകെ പിടിക്കണമെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ എന്തേ ഈ സമയം വന്നപ്പോ, കുറ്റം പറയാനുള്ള ഒരു ചിന്ത വന്നപ്പോ അതൊക്കെ മറന്നുപോയതാണോ? അതുകൊണ്ട് കൃത്യമായിട്ട് പഠനം നടത്തുക. അൾട്രാ TV യൂട്യൂബ് ചാനല്, അതിൽ കൃത്യമായിട്ട് ഉറുദു ഭാഷകളൊക്കെ അറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് പഠനം നടത്താം.
അൾട്രാ മിഷൻ യൂട്യൂബ് ചാനലുണ്ട് മലയാളികൾക്ക് വേണ്ടിയിട്ട്. മലയാളത്തിൽ അതിന്റെ തർജ്ജമകൾ, അൾട്രാ ടിവിയിലുള്ള വിഷയങ്ങളുടെ വിശദീകരണങ്ങൾ മലയാളത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഇൽമുകളൊക്കെ കരസ്ഥമാക്കാൻ അവസരങ്ങളുമുണ്ട്. റബ്ബ് തആല ഹക്കിന്റെ ഉറച്ച അഹ്ലുകാരാക്കിയിട്ട് ഹക്കിനെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കിതാബുകളായിട്ടുള്ള ഗ്രന്ഥങ്ങളായിട്ടുള്ള ദീനിലാഹി പുസ്തകങ്ങളൊക്കെ ആവശ്യക്കാർക്ക് ലഭിക്കുന്ന രീതിയിൽ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ കൃത്യമായിട്ട് ഒരു പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളെ മാത്രം ക്ഷണിക്കുകയാണ്. ആരെയും അടിച്ചേൽപ്പിക്കുന്ന പ്രവണത നമ്മൾക്കില്ല, അത് ചെയ്യുകയുമില്ല. ആഗ്രഹിക്കുന്നവർക്ക് വരാം, ആഗ്രഹിക്കുന്നവർക്ക് പഠനം നടത്താം. പഠനം നടത്തിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.